മൈസൂരിൽ നിന്നും മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള അതിമനോഹരമായ ഒരു യാത്രയുടെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ക്രിസ്മസ് ദിനത്തിലെ ഈ തണുപ്പ് വളരെ സുഖകരമായിരുന്നു. പ്രിയ സുഹൃത്ത് ബഷീറും ഫാമിലിയും, ഒപ്പം രാജീവേട്ടനും ഫാമിലിയും. രാവിലെ 6 മണിക്ക് മൈസൂരിൽ നിന്നും പുറപ്പെട്ട ഞങ്ങൾ വഴിയരികിൽ കണ്ട ഒരു ചായക്കടയിൽ നിർത്തിയതാണ്. നല്ല ചായ കിട്ടിയ സന്തോഷത്തിലാണ് ചായപ്രേമിയായ ബഷീർ. ചായയുടെ രുചി കാരണം എല്ലാവരും 3-4 ചായ കുടിച്ചു. വഴിയിലെല്ലാം അയ്യപ്പന്മാരുടെ തിരക്കാണ്. ഉറക്കമുണർന്ന ഫിക്കു വണ്ടിയുടെ ജനലിനിടയിലൂടെ തന്നെ പുറത്തേക്ക് ചാടി. ചായ ഉണ്ടാക്കാൻ മലയാളി ഇനിയും പഠിക്കണം. ചായ നൽകിയ ഉന്മേഷം തിരിച്ചു വണ്ടിയിൽ കയറിയ എല്ലാവരിലും കാണാനുണ്ടായിരുന്നു. ബഷീറും രാജീവേട്ടനും നേരത്തെ പ്ലാനിട്ടിരുന്ന യാത്രയിലേക്ക് ഞാനും കുടുംബവും ഇടിച്ചു കയറുകയായിരുന്നു. എല്ലാം ബഷീറിൻ്റെ പ്ലാനിംഗ് ആയിരുന്നു. തളിപ്പറമ്പിൽ നിന്നുള്ള മുസ്തുഫ്കയുടെ വണ്ടിയിലായിരുന്നു ഞങ്ങൾ 3 കുടുംബം യാത്ര തിരിച്ചത്. രാജീവേട്ടൻ്റെ വൈഫ്, ഞങ്ങളുടെ എല്ലാവരുടെയും സുധാൻറ്റി ആവേശത്തിമർപ്പിലാണ്. മസിനഗുഡി യാത്ര ഒരിക്കൽ പോയിട്ടുള്ള ആരും മറക്കാനിടയില്ല. ധാരാളം മൃഗങ്ങളെ നമുക്ക് വഴിയരികിൽ കാണാം. നീലഗിരി ബയോസ്ഫിയറിൽപ്പെട്ട ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയാണ് യാത്രയുടെ തുടക്കം. ഇഷ്ടം പോലെ മൃഗങ്ങളെ വഴിയരികിൽ കാണാം. 1974 ഇത് ടൈഗർ റിസർവ് ഫോറസ്റ്റായി മാറി. കർണാടകയിലെ തന്നെ നാഗർഹോള ഫോറസ്റ്റും തമിഴ്നാട്ടിലെ മുതുമലയും കേരളത്തിലെ മുത്തങ്ങയുമെല്ലാം ഇതിനോട് ചേർന്ന് കിടക്കുകയാണ്. കർണാടക അതിർത്തി പിന്നിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇത് മുതുമല ടൈഗർ റിസർവ് ആണ്. ഗൂഡല്ലൂരിൽ നിന്നും ഏതാണ്ട് 17 കിലോമീറ്റർ ദൂരെയാണ് മുതുമല ടൈഗർ റിസർവ്. ഞങ്ങൾ മനോഹരമായ മസിനഗുഡിയിലേക്ക് തിരിയുകയാണ്. മസിനഗുഡിയിലെ പ്രകൃതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയുള്ളതാണ്. ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ ഭക്ഷണത്തിനായി കയറി. കൂടുതലും ഇവിടെ ബൈക്ക് റൈഡേഴ്സിൻ്റെ തിരക്കായിരുന്നു. മസിനഗുഡിയിലെ മൂടൽ മഞ്ഞ് നുകർന്നുകൊണ്ട് 36 ഹെയർപിൻ വളവുകൾ പിന്നിട്ടാണ് നമ്മൾ ഊട്ടിയിലെത്തുക. വഴിയിലൊരിടത്ത് ധാരാളം ആളുകൾ വണ്ടി നിർത്തിയിരിക്കുന്ന കണ്ട് ഞങ്ങളും ഇറങ്ങി. പക്ഷേ വന്യമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമായതുകൊണ്ട് ഫോറസ്റ്റ് ഗാർഡ് ഞങ്ങളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഊട്ടിയോടടുക്കുന്തോറും തണുപ്പ് കൂടിക്കൂടി വരികയായിരുന്നു. കാലാവസ്ഥയും ഭൂപ്രകൃതിയിലുള്ള മാറ്റവുമെല്ലാം അതിമനോഹരമായിരുന്നു. സ്വാഭാവികമായും ആദ്യ ലക്ഷ്യം ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ തന്നെയായിരുന്നു. ഫുട്പാത്തുകളിലെല്ലാം സ്വെറ്റർ കച്ചവടത്തിൻ്റെ തിരക്കാണ്. ഇസക്കുട്ടി ഷോപ്പിങ്ങിന് തുടക്കം കുറിച്ചു. വഴിയോര കച്ചവടവും വിലപേശലുമെല്ലാം എല്ലാവരും നല്ലോണം ആസ്വദിച്ച് ചെയ്തു. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ പാട്ട് സീനുകളെല്ലാം ചിത്രീകരിച്ചിരുന്നത് ഊട്ടിയിലെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലായിരുന്നു.
കുട്ടികൾ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ക്രിസ്മസ് ആണ്. ഇസബെല്ല കയ്യിൽ കരുതിയിരുന്ന ഒരു ചെറിയ കേക്ക് ക്രിസ്മസ് കേക്കായി കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഫിക്കു ഒരു മാസം തന്നെ 3 തവണ ഊട്ടിയിൽ വന്നതിൻ്റെ ദേഷ്യത്തിലാണ്. ഓരോരുത്തർക്കും അവരവരുടെ വിരലായിരുന്നു കത്തി. എല്ലാവരും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഈ പരിപാടി ആരാ തുടങ്ങിയതെന്നറിയില്ല. അമ്യൂസ്മെന്റ് പാർക്കുകളിലെ റൈഡുകളിൽ കയറുന്നതിനേക്കാൾ രസകരമായിരുന്നു ഈ ഉരുളൽ. പിന്നെ ഓരോരുത്തരും ഉരുളാൻ വേണ്ടി മത്സരമായിരുന്നു. വീണ്ടും ചെറിയ ചില ഷോപ്പിംഗ്. ഊട്ടിയിലെത്തുന്ന എല്ലാവരും ഇപ്പോൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമാണ് കർണാടക ഗാർഡൻ. രാജീവേട്ടൻ്റെ മകൾ ദിയയും ബഷീറിൻ്റെ മകൾ നിതയും ചേർന്ന് ഞങ്ങളെ ഒരു റീൽസിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് തരികയാണ്. നിതയും ദിയയും നല്ലോണം കഷ്ടപ്പെടുകയാണ്. ഒടുവിലിതാ ഞങ്ങൾ എല്ലാവരും ഡാൻസേഴ്സായി മാറി. രാജീവേട്ടനടക്കം ആവേശത്തോടെ ഡാൻസ് കളിച്ചു. കൊറിയോഗ്രാഫേഴ്സ് 2 പേരും സാധകം ചെയ്യുകയാണെന്ന് തോന്നുന്നു. വെക്കേഷൻ ടൈമാണ്, ക്രിസ്മസ് രാത്രിയാണ്. ഊട്ടിയിൽ ഒരിടത്തും താമസിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ്. ഇത് ഗൂഡല്ലൂർ വഴിയാണ്. ഗൂഡല്ലൂരിൽ ആദ്യം കണ്ട ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ തന്നെ ഞങ്ങൾ കയറി. വയനാട്ടിലെ എൻ്റെ തന്നെ ഹോം സ്റ്റേയിലാണ് ഞങ്ങൾ താമസിച്ചത്. വീടിനോട് ചേർന്നൊഴുകുന്ന കബനി നദിയിൽ ബഷീറും ഫിക്കുവും എല്ലാവരും നീന്തി തുടിക്കുകയാണ്. ഇളം വെയിലേറ്റ് ബഷീറും കുട്ടികളും രാജീവേട്ടനുമൊക്കെ ക്യാരംസ് കളിയിലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പും. ജുബിയുടെ നേതൃത്വത്തിൽ 3 പേരും കൂടി തീരുമാനിച്ചു ഉച്ചഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പുഴയിലേക്ക് പോയി. കുട്ടികൾക്ക് പുഴയിൽ എത്ര നേരം കളിച്ചാലും മതിയാവില്ല. വെള്ളത്തിൽ കളിച്ച് വിശന്ന് തിരിച്ചു വന്ന ഞങ്ങളെയും കാത്ത് അടിപൊളി ഉച്ചഭക്ഷണം റെഡി. ജുബിയും സുജിതയും സുധാൻ്റിയും കൂടി ഉച്ചഭക്ഷണം വിഭവസമൃദ്ധമാക്കി മാറ്റി. എല്ലാവരും കൂടി വീട്ടുവരാന്തയിൽ നിലത്തിരുന്ന് കഴിച്ചപ്പോൾ സ്വാദ് കൂടി. പിന്നെ ഒരു ചെറിയ ഫോറസ്റ്റ് വാക്കും വീടിനടുത്തുള്ള മീൻമുട്ടി വാട്ടർഫാൾസിലേക്കുള്ള യാത്രയും. ഇത് കോറോം മീൻമുട്ടി എന്നറിയപ്പെടുന്നു, വയനാട് ജില്ല. എല്ലാ സീസണിലും ഏറ്റവും സേഫായി ഫാമിലിക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു വാട്ടർഫാളാണ് ഇത്. എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. അതിനോട് ചേർന്ന് തന്നെ നാരകച്ചാൽ ടീ എസ്റ്റേറ്റാണിത്. വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ.
3 ദിവസത്തെ ട്രിപ്പും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പയ്യന്നൂരേക്ക്. ഓർമ്മകൾക്ക് എന്തൊരു മധുരം.